ഔറംഗാബാദ് ജില്ലയിലെ വെറുൾ എന്ന ചെറിയ ഗ്രാമത്തിലാണ് കൃഷ്ണേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോക പ്രശസ്തമായ എല്ലോറ ഗുഹകളിൽ നിന്നും 1 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയുള്ള ഈ ക്ഷേത്രത്തിലേക്ക് സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. യുനെസ്കോയുടെ ചരിത്രപ്രസിദ്ധ സ്ഥലമായ എല്ലോറയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിന് ജ്യോതിർലിംഗങ്ങളിൽ 12ാമത്തെ ക്ഷേത്രമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. മുഗൾ കാലഘട്ടത്തിലെ നാശത്തിന് ശേഷം റാണി അഹല്യാബായി പുനർനിർമ്മിച്ച ഈ സ്ഥലം ശുദ്ധമായ ദൈവികത പ്രസരിപ്പിക്കുന്ന ഒരു ഗംഭീരമായ ഘടനയാണ്. പ്രശസ്തമായ എല്ലോറ ഗുഹകളിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം എല്ലാ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലും വെച്ച് ഏറ്റവും ചെറുതാണ്. അതിനാൽ തന്നെ ഇത് മഹാദേവന്റെ തിരക്ക് കുറഞ്ഞതും മികച്ചതുമായ കാഴ്ച നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിമനോഹരമായ ഈ ക്ഷേത്രഘടനയ്ക്കുള്ളിലെ കൊത്തുപണികളും സ്ഥലത്തിന്റെ അന്തരീക്ഷവും ആത്മീയത നേടുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ സന്ദർശിക്കുന്ന ഒരു പ്രധാന സ്ഥലമാക്കി മാറ്റുന്നു. കിഴക്കോട്ട് അഭിമുഖമായി ലിംഗരൂപത്തിലുള്ള കൃഷ്ണേശ്വരനാണ് ഈ ക്ഷേത്രത്തിന്റെ അധിപൻ. ഓരോ ജ്യോതിർലിംഗ ക്ഷേത്രവും ശിവന്റെ വ്യത്യസ്തമായ പ്രകടനത്തെ ചിത്രീകരിക്കുന്നു. കൂടാതെ എല്ലാ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലും വിഗ്രഹമായ ലിംഗം തന്നെ പ്രതിഷ്ഠയായി കണക്കാക്കപ്പെടുന്നു. ശിവന്റെ സ്വഭാവം തുടക്കമോ അവസാനമോ ഇല്ലാത്തതാണ് എന്നതിനാൽ ലിംഗം അനന്തതയെ പ്രതിനിധീകരിക്കുന്നു. ഹൈന്ദവ ദൈവങ്ങളുടെയും ദേവതകളുടെയും മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പ്രാകൃത വാസ്തുവിദ്യയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് കൃഷ്ണേശ്വർ ക്ഷേത്രം. 2 നിലകളുള്ള ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരം ഉൾപ്പെടെ ഈ ക്ഷേത്രം മൊത്തത്തിൽ ചുവന്ന പാറകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ ഒരു ചുവന്ന കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നത് വളരെ അത്ഭുതകരവും ക്ഷേത്രത്തിനൊരു പ്രത്യേക ഭാവവും നൽകുന്നു. കൃഷ്ണേശ്വര ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം പൂക്കളും രുദ്രാക്ഷമാലകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതോടൊപ്പം ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങളിലും കൊത്തുപണികളിലും ഭഗവാന്റെയും ഭാര്യയുടെയും വിവാഹരംഗങ്ങളും ഭക്തർക്ക് കാണാൻ കഴിയും. കൃഷ്ണേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ 12 ജ്യോതിർലിംഗങ്ങളെയും പൂജിച്ചതിന്റെ നേട്ടം ലഭിക്കുമെന്ന് തീർത്ഥാടകർ വിശ്വസിക്കുന്നു എന്നതാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രാധാന്യം. പുരാതന വാസ്തുവിദ്യ ഇഷ്ടപ്പെടുന്നവർക്കൊരു വിരുന്നാണ് ചുവന്ന കല്ലിൽ കൊത്തിയെടുത്ത കൃഷ്ണേശ്വര ക്ഷേത്രം. മറാത്ത വീരന്മാരുടെ നിരവധി ശിലാകൊത്തുപണികൾ ക്ഷേത്രത്തിൽ മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നതിനാൽ ചരിത്രപ്രേമികൾക്ക് ഈ ക്ഷേത്രം ഒരു ആകർഷണമാണ്. ഭക്തരെയും സന്ദർശകരെയും തിളങ്ങുന്ന 5 നിലകളുള്ള ക്ഷേത്രഗോപുരം മികച്ച രീതിയിൽ അതിശയിപ്പിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ചുവന്ന അഗ്നിപർവ്വത ശിലയിൽ തിളങ്ങുന്ന ദശാവതാരത്തിന്റെ സങ്കീർണമായ കൊത്തുപണികളും ക്ഷേത്രഗോപുരത്തിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം ക്ഷേത്രഹാളിനെ അലങ്കരിച്ചിരിക്കുന്ന നന്ദികേശ്വര പ്രതിമയും ഭക്തരെ അത്ഭുതപ്പെടുത്തുന്നു. ശിവപുരാണത്തിലും പത്മപുരാണത്തിലും പരാമർശിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം പുരാതന കാലം മുതലുള്ളതാണ്. AD 13-14 നൂറ്റാണ്ടുകളിൽ ഡൽഹി സുൽത്താനേറ്റ് നശിപ്പിച്ച ഈ ക്ഷേത്രം പിന്നീട് മറാത്ത ഭരണാധികാരി മലാജു ബിസാലയും AD 16-18 നൂറ്റാണ്ടുകളിൽ രാജ്ഞി അഹല്യാബായ് ഹോൾക്കറും പുനർനിർമ്മിച്ചു. ശുദ്ധിയോടെയും ഭക്തിയോടെയും കൃഷ്ണേശ്വര ജ്യോതിർലിംഗത്തെ ആരാധിക്കുന്നത് അഭിവൃദ്ധിയും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും നൽകുമെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. ക്ഷേത്ര സമുച്ചയത്തിൽ പാർവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രവും രോഗശാന്തി ഗുണങ്ങളുള്ള ഒരു പുണ്യകുളവും ഉൾപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഔറംഗാബാദിലാണ് എങ്കിലും ഡൽഹി, മുംബൈ, ജയ്പൂർ, ഉദയ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും സ്ഥിരമായ വിമാനങ്ങളുണ്ട്. കൂടാതെ പൂനെയിൽ നിന്നും 256 കിലോമീറ്റർ, നാസിക്കിൽ നിന്നും 187 കിലോമീറ്റർ, ഷിർദിയിൽ നിന്നും 122 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിനുള്ളൂ എന്നതിനാൽ എളുപ്പത്തിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും.